തദ്ദേശ തിരഞ്ഞെടുപ്പ് സമയപട്ടിക പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പാലക്കാട് ജില്ലയിലെ സിപിഎം സ്ഥാനാർത്ഥി പട്ടിക ഏതാണ്ട് പൂർത്തിയായെന്ന് ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു വ്യക്തമാക്കി. ഏതാണ്ട് എല്ലാ പഞ്ചായത്തുകളിലും നഗരസഭകളിലും സ്ഥാനാർത്ഥി പട്ടിക പൂർത്തിയായിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്തിലെ സ്ഥാനാർത്ഥികളെയും ഉടൻ പ്രഖ്യാപിക്കുമെന്ന് എൻ സുരേഷ് ബാബു മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് പാലക്കാട്ടിലെ LDFും CPMും വളരെ മുമ്പേ തന്നെ തെരഞ്ഞെടുപ്പ് പ്രക്രിയകളെല്ലാം മുൻകൂട്ടി തയ്യാറാക്കി നടപ്പിലാക്കി കഴിഞ്ഞു. ഇനി നോമിനേഷൻ കൊടുക്കുക, ജനങ്ങളെ നേരിട്ട് കാണുക, ജനങ്ങൾ നൽകുന്ന വമ്പിച്ച ഭൂരിപക്ഷത്തോടുള്ള ജനവിധിയെ ഞങ്ങൾ അംഗീകരിക്കുക എന്നതാണ് ഇപ്പോൾ ഞങ്ങൾക്കാകെ ബാക്കിയുള്ളത്. കാരണം വാർഡ് തലം മുതൽ ജില്ലാ പഞ്ചായത്തിൻ്റെ വാർഡ് വരെയുള്ള കമ്മിറ്റികളുടെ രൂപീകരണമെല്ലാം വളരെ മുൻപ് തന്നെ പാലക്കാട് ജില്ലയിൽ പൂർത്തിയാക്കി. LDFിൻ്റെ സീറ്റ് വിഭജനം ജില്ലാ പഞ്ചായത്തിൽ പൂർത്തിയാക്കി. ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളെല്ലാം ചുരുക്കം ചില പഞ്ചായത്തുകൾ ഒഴിച്ച് ബാക്കിയെല്ലാം പൂർത്തിയാക്കി. അപ്പോൾ വളരെ ഐക്യത്തോടു കൂടിയും യോജിപ്പോടു കൂടിയുമാണ്, ഒരു തരത്തിലുള്ള അപശബ്ദങ്ങളുമില്ലാതെ LDFിൻ്റെ എല്ലാ ഇലക്ഷൻ പ്രവർത്തനങ്ങളും പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ എനിക്ക് വളരെ അഭിമാനത്തോടു കൂടിയും ആത്മവിശ്വാസത്തോടു കൂടിയും പങ്കുവയ്ക്കാനുള്ളത്. പാർട്ടി കഴിഞ്ഞ തവണ നേടിയ സീറ്റുകളും അതിനേക്കാളും നേടാൻ ഇത്തവണ കഴിയുമെന്ന് സുരേഷ് ബാബു പറഞ്ഞു. ജില്ലാ പഞ്ചായത്തിൽ 22 സീറ്റുകളിലേക്കാണ് CPM മത്സരിക്കുന്നത്. മുന്നണിക്കുള്ളിലെ വിവിധ കക്ഷികളുടെ സ്ഥാനാർത്ഥി നിർണയം കൂടി കഴിഞ്ഞാലുടൻ പട്ടിക പുറത്തിറക്കും. ജില്ലാ പഞ്ചായത്തും നഗരസഭകളും CPM ഇത്തവണയും പിടിക്കും. മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ള വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ശക്തമായ ചർച്ചയാവുമെന്ന് മാത്രമല്ല, വലിയ വിജയം, വലിയ അനുകൂലമായ ഒരു സ്ഥിതി ഇന്ന് കേരളത്തിലാകെയുണ്ട്, പാലക്കാട് ജില്ലയിലും അതുണ്ട്. ആ വികസന പ്രവർത്തനം ജില്ലയിലാകെ നമുക്ക് കാണാൻ കഴിയും. വലിയ മുന്നേറ്റം ഓരോ ഗ്രാമപഞ്ചായത്തിലും ജനജീവിതത്തിലുണ്ടായിട്ടുണ്ട്. നാട്ടിലെ എല്ലാ മുക്കും മൂലയിലും വലിയ വികസനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മണ്ണാർക്കാടും പാലക്കാട് മുനിസിപ്പാലിറ്റികളാണ് LDFിന് ലഭിക്കാതിരുന്നത്. ഇതെല്ലാം ഞങ്ങൾക്ക് അനുകൂലമായ ജനവിധി ഇത്തവണ ഉണ്ടാകും. ക്ഷേമ പ്രവർത്തനങ്ങൾ പ്രഖ്യാപിച്ചു. 31,34,000 വീട്ടമ്മമാർക്ക് 1000 രൂപ വെച്ച് പെൻഷൻ കൊടുക്കാൻ വേണ്ടി ഞങ്ങളുടെ പ്രകടന പത്രികയിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ ഇപ്പോൾ നടപ്പിലാക്കുകയാണ്. അതുകൊണ്ട് തന്നെ പട്ടാമ്പിയിലെ B4 എന്ന് പറയുന്ന സംഘടന കോൺഗ്രസിൻ്റെ കൂടെ കൂടിയാലും യാതൊന്നും ഞങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നില്ല. ആ മുനിസിപ്പാലിറ്റിയിൽ LDFിൻ്റെ ഭരണം നിലനിർത്തും. കൊഴിഞ്ഞാമ്പാറയിലും അത് തന്നെ. കൊഴിഞ്ഞാമ്പാറയിൽ നിങ്ങൾ കുറേ പത്രമാധ്യമങ്ങൾ CPM വിരുദ്ധത നന്നായി പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയെ തെറി പറയുമ്പോൾ അതിന് നിങ്ങൾക്കൊരു സുഖമുള്ളത് കൊണ്ട് നിങ്ങൾ നന്നായി പ്രാധാന്യത്തോടു കൂടി കൊടുത്തു. അതുകൊണ്ടൊന്നും അവിടെ ജനവിധിയൊന്നും മറിച്ചാവാൻ പോകുന്നില്ല. അത് നമുക്ക് കാണാം. അത്രേ എനിക്കിപ്പോൾ ആ കാര്യത്തിൽ പറയാനുള്ളൂ. UTV ന്യൂസ്, പാലക്കാട്.